നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു പ്രസ്താവന കാണിച്ചു തരാം. പ്രത്യേകിച്ചും രാജ്യത്തിനെതിരെ ഉള്ള ഒരു പ്രസ്താവന. രാജ്യം വലിയ അപകടത്തിൽ, ഇനി പ്രക്ഷോഭം തെരുവിലായിരിക്കണം എന്ന് ഇന്ത്യ കൂട്ടായ്മ അവരെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എംപിയാണ് ഇത് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇപ്പോ യുദ്ധം നടക്കുമ്പോൾ അത് നമ്മുടെ അടുക്കളയിൽ പാചകവാതക പ്രതിസന്ധി വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം കലാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രം അഥവാ സനാതനധർമ്മം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. മഹാഭാരതം, പഞ്ചതന്ത്രം പോലെയുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെയും ഇത്തരത്തിലുള്ള വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയും എങ്ങനെയാണ് ദേശസ്നേഹികൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു നല്ല സംസ്കൃത ശ്ലോകമുണ്ട്. ത്യജത്തീകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ മോക്ഷാർത്ഥേ പൃഥ്വീം ത്യജേത്. അർത്ഥം ഇതാണ്: ഒരു കുലത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാം, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെ അല്ലെങ്കിൽ കുലത്തെ തന്നെ ഉപേക്ഷിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ ഉപേക്ഷിക്കാം, മോക്ഷത്തിന് വേണ്ടി ഒരു പക്ഷേ ലൗകിക സുഖങ്ങളെയും ഈ ഭൂമിയെ തന്നെയും ഉപേക്ഷിക്കേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എന്ന് പറയുന്ന ജനപദത്തിന് നിലനിൽപ്പുള്ളത് ഒരു രാജ്യമുള്ളതുകൊണ്ടാണ്. ആ രാജ്യത്തെ തന്നെ കലാപാഹ്വാനത്തിലൂടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയോ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെയോ ഉപേക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അതിന് ജാതി മതഭേദങ്ങളൊന്നും വേണ്ട. രാജ്യ നന്മ മാത്രം ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കേണ്ടതാണ്. ഓരോ ഹിന്ദുവും, ഓരോ ദേശസ്നേഹിയും രാഷ്ട്രീയ ഹിന്ദുവാകേണ്ടത് ഇതുകൊണ്ടാണ്. ലോകാരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കെതിരെയുള്ള പ്രക്ഷോഭം എന്ന പേരിൽ സകല രാജ്യവിരുദ്ധ ശക്തികളും രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ഒത്തുചേർന്നു നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, ഇത്തരം വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഉപേക്ഷിക്കേണ്ടത് രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. കാരണം ഇവർക്ക് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേയുള്ളൂ. അപകടം രാജ്യത്തിനല്ല, രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് കട്ടുമുടിച്ച ചില പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിനൊപ്പം എല്ലാ ദേശസ്നേഹികളും നിൽക്കുക.